പാരന്റ്സിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ഉള്ളത്. നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വളരുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവർ ഇത്തരം ക്രൈം ചെയ്യാൻ അവർക്ക് കുറച്ച് ധൈര്യം വരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് സിനിമ കാണുന്നതാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം. സിനിമ മാത്രമൊന്നുമല്ല, സിനിമ എന്നുള്ളത് ചില സിനിമകൾ മേ ബി അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ടാകാം ചില ക്രൈംസ് ചെയ്യാനും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കുറേ കേസസ് അങ്ങനെ വന്നിട്ടുണ്ട്. അതും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ഈ പല ക്രൈംസിലും ഉണ്ടാകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായ ആ ഒരു ക്രൈം എന്ന് പറയുന്നത് വലിയ ക്രൈംസാണ്. സോ സിനിമ മാത്രമൊന്നല്ല ഇവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കൺട്രോള് എല്ലാ പാരന്റ്സിന്റെ കയ്യിൽ നിന്നാണ്. സ്റ്റുഡൻറ് അതായത് നമ്മുടെ കുട്ടികൾ സേഫ് ആണ്, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു പരിധി വരെയൊക്കെ നമ്മൾ കൂടുതൽ അതിൽ ശ്രദ്ധ ചെലുത്തണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എയർഡ്രോയിഡ് പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഫോണിൽ അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതേപോലെ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ വേണ്ടി പറ്റും. അതാണ് സ്ക്രീൻ മിററിംഗ് എന്ന് പറയുന്നത്. പിന്നെ റിമോട്ട് ക്യാമറ കൺട്രോൾ, നമ്മുടെ കുട്ടികളുടെ ഫോണിലെ ക്യാമറ നമുക്ക് നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ കുട്ടി ഏതെങ്കിലും ഗെയിംസിൽ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലിമിറ്റ് വെക്കണം അതിനെന്തായാലും. അപ്പോൾ നമുക്ക് ഇതിൽ പോയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കുട്ടി എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതായത് ഒരുപാട് ആപ്പുകൾ 18+ ആപ്സ് ഉണ്ട്. അത് ഒരുപാട് ആപ്സ് ഒക്കെ ഇപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗെയിംസിലൊക്കെ ഈ PUBG ഒക്കെ പോലത്തെ ഗെയിംസിലൊക്കെ അഡിക്റ്റ് ആയ കുട്ടികൾ ലൈക്ക് അതിലേക്ക് കുറച്ചും കൂടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡ് വരാനുള്ള ചാൻസ്. കൂടുതലും അഡിക്ഷൻ മാക്സിമം കുറയ്ക്കാനുള്ളത്. അതായത് ചെറുപ്പം മുതൽ ഇവർക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ ഗെയിംസ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടി ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ലൈവ് ലൊക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ബിസി ആണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ ഈ ഒരു ആപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഫൈനൽ വൺ, സോഷ്യൽ കോണ്ടന്റ് ഡിറ്റക്ഷൻ. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അവരതിൽ നടത്തുന്നത്, അവരാരോടൊക്കെയാണ് അതിൽ ഇടപഴകുന്നത് എന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോൺ ത്രൂ അറിയാൻ വേണ്ടി പറ്റും. ഇത് ആക്ച്വലി കുട്ടികളുടെ പ്രൈവസി നമ്മൾ ഇല്ലാതാക്കുകയല്ല, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർ മേ ബി ഇതിന് നെഗറ്റീവ് പറയും, ഇത് എന്താണ് ഇത്. ഇപ്പൊ അടുത്തായിട്ട് നടന്നൊരു സംഭവത്തിൽ തന്നെ ഈ കുട്ടികൾ മെസ്സേജ് അയക്കുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ്. ശരിക്കും അവര് ആ ഒരു ക്രൈമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇൻസ്റ്റ ത്രൂ ആണ്. സോ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ബൗണ്ടറി വെക്കാൻ പറ്റും. അതിനപ്പുറത്തോട്ട് കുട്ടികളെ മാക്സിമം കടത്താതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കും ഇത് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പ്രൈവസി വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ അവർക്ക് പ്രൈവസി എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് അവർ പോലും അറിയാതെ അവർ വഴിതെറ്റി പോവാണ്. അവരുടെ ചുറ്റുപാടുകൾ മേ ബി അങ്ങനെ ആകാം, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകൾ, അവർ ചിന്തിക്കുന്ന രീതികൾ എന്നീ കാരണങ്ങൾ കൊണ്ട് അവർ വഴിതെറ്റി പോവാണ്. സോ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മാക്സിമം ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും അവരെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവരുടെ സ്കൂളിലേക്ക് നമ്മൾ വിടേണ്ടി വരും, കോളേജിലേക്ക് വിടേണ്ടി വരും, എന്നീ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അവരെ അയക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള അത്രയും സമയം നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയം കൺട്രോൾ ചെയ്ത് വെക്കുക. സോ ഇതൊരിക്കലും കുട്ടികളുടെ പ്രൈവസി ഇല്ലാണ്ടാക്കുന്നതല്ല അല്ലേ. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാരന്റ് എന്ന രീതിയിൽ അവരുടെ സേഫ്റ്റി, അവരുടെ നല്ലൊരു ഫ്യൂച്ചർ ആലോചിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നൊരു ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളുടെ ഫോണിലേക്ക് അയച്ചിട്ട് ആ ഒരു കുട്ടീൻ്റെ ഫോണിൽ നിന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ആവശ്യമുള്ള പെർമിഷൻസ് ഒക്കെ കുട്ടികളുടെ ഫോണിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വെച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.